ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ മാവൊന്നും കുഴച്ച് ബുദ്ധിമുട്ടാതെ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാലൊക്കെ ഒന്ന് നന്നായിട്ട് അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പാല് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വെള്ളം ഉപയോഗിച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. പാല് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ആ മിക്സിയുടെ ജാറിലേക്കും കൂടെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ലൂസിലാക്കി എടുക്കുക. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 4 സവോള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ്സിലും മാവിലൊക്കെ അളവ് കുറച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി മാറ്റി വെക്കാം. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങിയ മുട്ട ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ആ ഒരു മുട്ട കഴിക്കാനായിട്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദമാവ് ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള അപ്പങ്ങൾ ചുട്ടെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ അപ്പങ്ങളും ഇവിടെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഓരോ അപ്പങ്ങളായിട്ട് എടുത്തിട്ട് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് മുട്ടയുടെ ഒരു പകുതിയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദപ്പശ ഉപയോഗിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് 4 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്